ഞാൻ എപ്പോൾ കുളിക്കണം എന്ന ആപ്പ് തീരുമാനിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. പുറത്തെ ചൂട് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അമിതമായി വിയർക്കാൻ സാധ്യതയുള്ള സാഹചര്യമാണെങ്കിൽ ഇന്നൊരു കുളി പാസ്സാക്കാം എന്ന് നോട്ടിഫിക്കേഷൻ തരാൻ കഴിയുന്ന സ്മാർട്ട് ഹോം സിസ്റ്റങ്ങൾ ഇന്ന് നിലവിലുണ്ട്. കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ സമയം സെറ്റ് ചെയ്താൽ അത് ഓർമ്മിപ്പിക്കുന്ന ആപ്പുകളും ഉണ്ടാകും. ഇനി ഏത് ആപ്പ് കുളിക്കാൻ പറഞ്ഞാലും സോപ്പും വെള്ളവും എടുത്ത് ബാത്റൂമിൽ പോകാൻ നമ്മൾ തന്നെ വിചാരിക്കണമല്ലോ. എന്നാൽ ഇത് സംഭവം അതൊന്നുമല്ല. ഏത് നിമിഷവും ഇറാനിൽ നിന്ന് മിസൈലുകളും ഡ്രോണുകളും എത്തിയേക്കാം എന്ന ഭീതിയിലാണ് ഇസ്രയേലി ജനങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. എതിർ രാജ്യങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ ഏതൊരാൾക്കും സുരക്ഷിത മുറിയിലോ ബോംബ് ഷെൽട്ടറിലോ എത്താൻ കുറഞ്ഞത് 30 മുതൽ 90 സെക്കൻഡ് വരെ വേണം. എന്നാൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ആക്രമണത്തെ നേരിടും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ സാഹചര്യത്തിലാണ് ഇസ്രയേലികളെ സഹായിക്കാൻ പുതിയ ഒരു ആപ്പ് പുറത്തിറക്കിയത്. അതിന്റെ പേരാണ് ക്യാൻ ഐ ഷവർ ആപ്പ്. ഇസ്രായേൽ തന്നെ വികസിപ്പിച്ചിരിക്കുന്ന ഈ ആപ്പ് ഇപ്പോൾ കുളിക്കുന്നത് സുരക്ഷിതമാണോ, എപ്പോഴാണ് കുളിക്കാൻ ഏറ്റവും നല്ല സമയം എന്നൊക്കെ പറഞ്ഞു തരും. ഇറാന്റെ ആക്രമണ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഡാറ്റകളെല്ലാം പരിശോധിച്ച് ആപ്പ് ഉത്തരം നൽകുമെന്നാണ് വിവരം. ക്യാൻ ഐ ഷവർ എന്ന ആപ്പിന് പുറമെ വെബ്സൈറ്റും രൂപീകരിച്ചിട്ടുണ്ട്. കുളിക്കാൻ ഏറ്റവും സുരക്ഷിതമായ സമയം ഇസ്രായേലികൾക്ക് പറഞ്ഞു നൽകുമെങ്കിലും എത്രത്തോളം ആപ്പ് സുരക്ഷിതമാണെന്ന് അതിന് നിർമ്മാതാക്കൾ ഒരു ഉറപ്പും നൽകിയിട്ടില്ല. യുദ്ധമേഖലകളിൽ സാങ്കേതിക വിദ്യയെ എത്രത്തോളം പ്രാധാന്യത്തോടെ ഇക്കാലത്ത് ഉപയോഗപ്രദമാക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഷവർ ആപ്പ്. സ്റ്റാർട്ടപ്പ് രാഷ്ട്രം എന്ന വിശേഷണമുള്ള ഇസ്രായേൽ ഇത്തരം പുത്തൻ സാങ്കേതിക വിദ്യകൾക്ക് പ്രസിദ്ധമാണ്. വ്യോമാക്രമണങ്ങളെ കുറിച്ച് റിയൽ ടൈം അലേർട്ടുകൾ നൽകുന്ന ഹോം ഫ്രണ്ട് കമാൻഡ്, റെഡ് അലേർട്ട് പോലുള്ള ആപ്പുകൾ ഇതിന് ഉദാഹരണമാണ്. ക്യാൻ ഐ ഷവർ എന്ന ടൂൾ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധയാണ് നേടുന്നത്. സംഘർഷങ്ങൾ ദൈനംദിന ജീവിതം തടസ്സപ്പെടുത്തുമ്പോൾ അതിനെ സമർത്ഥമായി മറികടക്കാനുള്ള വഴിയാണ് ഇത്തരം ആപ്പുകൾ എന്നാണ് ഉപഭോക്താക്കളുടെ പ്രശംസ. ഞാനിപ്പോൾ കുളിക്കണോ എന്ന് ഒരു ആപ്പ് തീരുമാനിക്കുന്ന ലോകം ഇസ്രായേൽ മാത്രമാണുള്ളത് എന്നത് വലിയൊരു കൗതുകം തന്നെയാണ്.